അതൊക്കെ ദുർവ്യാഖ്യാനിക്കണ്ട. ഇമാമുകൾ ഖുർആൻ പണ്ഡിതർ എന്തു പറഞ്ഞു അത് പറഞ്ഞാൽ മതി. റാസി പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്. മക്ക മുശ്രിക്കുകൾ അവരെ അമ്പിയാക്കളുടെയും നേതാക്കന്മാരുടെയും രൂപത്തിലാണ് അവർ ബിംബങ്ങളാക്കി വെച്ചത്. എന്നിട്ട് അവർ ആരാധന ചെയ്യുന്നതോടൊപ്പം അവർ വിശ്വസിച്ചിരുന്നത് ഈ ആരാധന കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് എന്ന് മാത്രം പറഞ്ഞ് റാസി നിർത്തിയിട്ടില്ല. എന്നിട്ട് റാസി പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ പടപ്പുകളെയും കാണാം. അവർ മഹാന്മാരുടെ ഖബറിനെ ആദരിക്കുന്നു. എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ? ഈ ആദരവ് കൊണ്ട് ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും എന്നത് ഈ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തിന് തുല്യമാണ് എന്നാണ് ഇമാം റാസി പറഞ്ഞത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. ആ ശുപാർശയെ കുറിച്ചാണ് ഞങ്ങൾ ഈ പറഞ്ഞത്. ഞങ്ങളല്ല, റാസി പറഞ്ഞത്. മിൻ ഗൈരി ഹാജത്തിൻ ഫീഹി ഇലാ ഇദ്നില്ലാഹ്. അള്ളാഹുവിന്റെ ഇതിനും ആവശ്യവും ഇല്ലാതെ തന്നെ ശുപാർശ ചെയ്യുന്ന പോലെ വിശ്വാസം. എന്തെങ്ങൾ പകുതി കക്കള്? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാള്. പകുതി നിങ്ങൾ വിഴുങ്ങാണോ? പകുതി മാത്രമല്ലേ പറയുന്നുള്ളൂ? അത് അബദ്ധമാണ് എന്നാ ഞങ്ങൾ പറഞ്ഞത്. മുഴുവൻ നിങ്ങൾ പഠിക്കൂ, മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കൂ, ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഇവരെ മറുപടിക്കാ ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറയാ ആരടത്? അള്ളാഹ് നിന്റെ ആവശ്യം ഒത്താശയില്ലാതെ ഇടപെടുന്ന ആര് പറഞ്ഞു? മന്ദല്ലത് ആരുള്ളത്? അള്ളാഹ് വെല്ലുവിളിക്കാവൂലെ. നിങ്ങൾക്ക് പകുതിയും മൂടി വെച്ചിട്ട് മുഴുവൻ നിങ്ങൾ വായിക്കൂല. റാസി 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 ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ശരിയാവൂല. ഇമാം റാസിയാണ്, റാസി അല്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റ് തിരുത്തുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുക എന്ന് കരുതരുത്. ഒന്ന്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു 17-ാം പള്ളിയെടുത്ത റാസി, അതിൽ നിങ്ങൾ പറഞ്ഞു എന്ത്? ഈ കൂട്ടത്തിൽ ഇന്നുള്ള ആളുകൾ കുറെ ആളുകളെ വെച്ചു പിന്നെ ഖബറുകളെ ബഹുമാനിക്കുന്നു. ആ ബഹുമാനാദരവും മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്നതിന്റെ അതേ രൂപത്തിലാണ്. ഇമാം റാസി ആ പറയുന്നത് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത പ്രവർത്തനത്തിന്റെ നെളീറായി, നെളീർ എന്ന് പറഞ്ഞാൽ തുല്യമായി ആരാധിച്ചിരുന്ന ചില ആളുകളുണ്ട്. അവരെ കുറിച്ചാണ് ആ പറഞ്ഞത്. അല്ലാതെ സുന്നികൾ ചെയ്യുന്ന മഹാത്മാക്കളുടെ ഖബറുകൾ ചെന്നുകൊണ്ട് മഹാത്മാക്കളുടെ ഖബർ, അലിയുൽ കൂഫിയുടെ ഖബർ അല്ലെങ്കിൽ മമ്പുറത്ത് പുത്തമ്പള്ളിയിൽ അവിടൊക്കെ ചെന്നുകൊണ്ട് മഹാത്മാക്കളുടെ ഖബറിനെ നമ്മൾ ആ ഖബറിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് തവസ്സുലും ഇസ്തിഗാസയും ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചല്ല ഇതിൽ ഈ പറയുന്നത്. അത് ശരിയാണെന്ന് ഇമാം റാസി തന്നെ തന്റെ തഫ്സീറുൽ കബീറിന്റെ 4-ാമത്തെ വാല്യത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. വയദുല്ലു അലൈഹി അന്നന്നാസ കാനൂ യസൂറു ഖുബൂറ ശുഹദാഇ വയുഅള്ളിമൂനഹാ. മഹാത്മാക്കളുടെ ഖബറിനെ തഅലീം ചെയ്യുന്നത് അത് ഇസ്ലാമിക സംസ്കാരമാണ്. ഖുർആന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണെന്ന് റാസി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മഹാത്മാക്കളെ ഖബർ ബഹുമാനിക്കുന്നത് തെറ്റാണെന്ന് അല്ല റാസി പറഞ്ഞത്. നിങ്ങൾ പൗതിയെ കാണുള്ളൂ. ഇവിടെ റാസി എന്തിയാ പറഞ്ഞത്? അപ്പുറത്ത് എന്തിയാ പറഞ്ഞത്? അതുകൂടി നോക്കണ്ടേ. ഇവിടെ എന്തിയാ പറഞ്ഞത്? ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, അവിടെയും പറഞ്ഞു. രണ്ടും കൂടി കൂട്ടി വായിക്കണം. ഞങ്ങൾ അതൊക്കെ പഠിച്ചിട്ടാ. നിങ്ങൾ പകുതിയെ വായിക്കണുള്ളൂ. അവിടെ നിങ്ങളും ഞങ്ങളും തമ്മിൽ തെറ്റ്. നിങ്ങൾ പകുതി മൂടി വെക്കുകയാണ്, ഞങ്ങൾ മുഴുവൻ പറയാം. എന്താണ്? ഇമാം റാസി റഹിമഹുള്ള തന്നെ പറഞ്ഞു, മഹാത്മാക്കളുടെ ഖബർ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബർ, ഞാൻ പറഞ്ഞല്ലോ അവരടിമകളാണെന്നും അവർ പ്രവാചകന്മാരാണെന്നും വലിയുകളാണെന്നുമുള്ള വിശ്വാസത്തോടെ അവരുടെ ഖബറിനെ സമീപിക്കുന്നതിനെ കുറിച്ചല്ല അതിൽ പറയുന്നത്. പിന്നെയോ മുശ്രിക്കുകൾ ചെയ്തിരുന്നു, വിഗ്രഹങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് ഈ വിഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ. അതിന്റെ നെളീറായി ചില സംഗതികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അതിലാർക്കാ തർക്കമുള്ളത്? പലർക്കും ഉണ്ടല്ലോ. അത് ഇസ്ലാം നിന്ന് പുറത്തു പോണതാണ്. അത് മുസ്ലിമീങ്ങൾ ചെയ്യുന്നതോ സുന്നികൾ ചെയ്യുന്ന ബഹുമാനാദരവാണെന്ന് ആര് പറഞ്ഞു? അതാ ഞങ്ങൾക്ക് ചോദ്യം. ഖബറിനെ ആദരിക്കുമ്പോഴേക്ക് ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന അങ്ങനെ ഒരു കിതാബിലുമില്ല, ഒരു നിയമത്തിലുമില്ല. ഈ ഒരു റാസിയും പറഞ്ഞിട്ടില്ല. ഇമാം റാസി പറഞ്ഞത് ശുഹദാക്കളുടെ മഹാത്മാക്കളുടെ ഖബറിനെ ആദരിക്കണം എന്നാണ്. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഇമാം റാസിയുടെ തഫ്സീറുൽ കബീറിന്റെ 4-ാമത്തെ വാല്യത്തിൽ ഇബാറത്ത് ഞാൻ വായിക്കും, നിഷേധിക്കുകയാണെങ്കിൽ. ഖബറിനെ ആദരിക്കണ്ട, നിന്ദിക്കണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇമാം റാസിയും പറഞ്ഞിട്ടില്ല. റാസി പറഞ്ഞത് ആദരിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ അവർ ശുപാർശ ചെയ്യും എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആദരിക്കാൻ പാടില്ല എന്ന് റാസി പറഞ്ഞിട്ടില്ല. കളവാണ്, പച്ചക്കള്ളാണ് നിങ്ങൾ പറഞ്ഞത്. ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തോടെ മഹാത്മാക്കളുടെ ഖബറിനെ ആരാധിക്കാൻ പാടില്ല എന്ന് ഇമാം റാസി എന്നല്ല ഒരൊറ്റ ആളും പറഞ്ഞിട്ടുണ്ട്. ഈ കളിക്കാം കച്ചക്കളവ് വീണ്ടും നിങ്ങൾ ആവർത്തിച്ചിരിക്കുകയാണ്.
അല ഇത്തിഖാദി ഇന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനു ശുഫാഉ ലഹും ഇൻദല്ലാഹ്. ഇതന്നെയാണ് അല്ലാഹു പറഞ്ഞത്, റാസി പറഞ്ഞത്. എന്താ ഇതിൽ പറഞ്ഞത്? ഈ കാലഘട്ടത്തിലും മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കുന്നതിന്, എന്തിന്റെ വിശ്വാസത്തിൽ ഇവർ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്ന് ആദരിക്കുന്നതിനെ ഇതിനോട് തുല്യപ്പെടുത്തിയിട്ട് റാസി പറയുന്നത്. നിങ്ങൾ പകുതി മൂടുകയുള്ളൂ, നിങ്ങൾ അതിലുള്ളത് മുഴുവൻ വായിച്ചിട്ടില്ലല്ലോ, ഇപ്പോൾ അർത്ഥം വെച്ചിട്ടില്ലല്ലോ. നിങ്ങളൊരു ആശയം വെക്കുക, എന്നിട്ട് നേരത്തെ ഉസ്താദിനെ അർത്ഥം വെപ്പിച്ചാൽ പഠിച്ചോളൂ. നിങ്ങളെ പണ്ട് പയ്യോളിന്ന് പഠിപ്പിച്ചതാണ്, നിങ്ങൾ മറന്നിക്കണ്. ഞാൻ മറന്നിട്ടില്ല, അന്ന് ഞാൻ ശരിക്കും പഠിപ്പിച്ചു വിട്ടതാണ്. ഇപ്പോഴും നിങ്ങളെ കടന്ന് തിരിയാണ് ഇതുമ്പോ കടന്നിട്ട് ഈ താളീമുൽ കുബൂർ പറഞ്ഞിട്ട് നിങ്ങൾ കബറുമ്പോ തിരിയേണ്ടി വരും. എനിക്കറിയാം, പയ്യോളി തന്നെ നമ്മളെ പറഞ്ഞത് തന്നെ, പയ്യോളി തന്നെയാണ് എനിക്ക് ഓർമ്മ ഉണ്ടത്. ഞാൻ മറന്നിട്ടില്ല, എനിക്ക് നല്ല ഓർമ്മ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തി തരട്ടെ. അപ്പൊ ഞാൻ അതിന്റെ അർത്ഥം എന്ന് പറയാം, നിങ്ങൾക്ക് ഒന്നുകൂടി പഠിപ്പിച്ചു തരാം. അന്ന് ഞാൻ നന്നായി പഠിപ്പിച്ചതാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്. ആ ശ്രോതാക്കൾ ഉണ്ടെങ്കിൽ എന്നോട് തെറ്റിദ്ധരിക്കരുത്. വനദീറുഹു അർത്ഥം വെക്കാം. വനദീറുഹു അതിന് തുല്യമായത്. ഏതിന് തുല്യമായത്? ഏതിന് തുല്യമായത്? അതെന്നെ മുമ്പ് പറഞ്ഞിട്ട് ഇമാം റാസി. അന്നഹും മക്കയിലെ മുശ്രിക്കുകൾ വളഉ ഹാദിഹിൽ അസ്നാമ ഈ ബിംബങ്ങളെ അവർ വെച്ചു, വല്ലൗസാന വിഗ്രഹങ്ങളെയും, അലാ സുവരി അംബിയാഇഹിം വഅകാബിരിഹിം അംബിയാക്കളുടെയും അവരുടെ നേതാക്കളുടെയും രൂപത്തിലായിട്ട് വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും സ്ഥാപിച്ചു മക്കയിലെ മുശ്രിക്കുകൾ. എന്നിട്ട് ഇമാം റാസി പറയുകയാണ്, മക്കയിലെ മുശ്രിക്കുകൾ വാദിക്കുകയും ചെയ്തു, അന്നഹും അവര് മതസ്തഗലൂ ബിഇബാദത്തി ഹാദിഹി തമാസീലി ഈ ബിംബങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും ആരാധിക്കൽ കൊണ്ട് ജോലിയായാൽ, അതായത് ബിംബങ്ങൾക്കും ഈ വിഗ്രഹങ്ങൾക്കും ആരാധിച്ചാല് ഈ ബിംബങ്ങളും വിഗ്രഹങ്ങളും അവർക്ക് അള്ളാഹുവിന്റെ അരികിൽ ശുപാർശ ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചു. ഇങ്ങനെ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തു. ശരിക്കും മനസ്സിലാക്കണം, മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തപ്പോ എന്താ? ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും രൂപത്തിൽ അവരെന്തു ചെയ്തു? കല്ലുകളെയും വിഗ്രഹങ്ങളെയും അല്ല പിന്നെ അമ്പിയാക്കളുടെയും നേതാക്കളുടെയും രൂപത്തിൽ കല്ലുകളെയും ബിംബങ്ങളെയും ഉണ്ടാക്കി. എന്നിട്ട് അവർ വിശ്വസിച്ചു ഈ കല്ലുകൾക്ക്, ഈ ബിംബങ്ങൾക്ക് ആരാധന നടത്തിയാൽ, നോക്കണേ, ഈ ബിംബങ്ങൾക്ക് കല്ലുകൾക്ക് ഇബാദത്ത് ചെയ്താൽ, അതിന് സുജൂദ് ചെയ്താൽ, അതിനോട് ദ്വാരന്നാല്, അതിനോട് പ്രാർത്ഥിച്ചാല് അവകൾ നമുക്ക് ശുപാർശ ചെയ്യും എന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. ഇത് മക്കയിലെ മുശ്രിക്കുകളുടെ ഒരു വിഭാഗത്തിന്റെ പരിപാടിയാണ്. ഇത് റാസി ഇമാം പറയാണ്, ഇതിന് സമാനമാണ് എന്നാണ് റാസി പറയുന്നത്. നോക്കണേ, ഇതിന് സമാനാണോ സുന്നികൾ മമ്പറത്തും അതുപോലെ പുത്തമ്പള്ളിയിലും പോയി അവിടുത്തെ മക്ബറയിൽ ഇത് വിഗ്രഹമാണെന്നോ ഇതിന് ഇബാദത്തിന് അർഹരാണെന്നോ? ഇതിന് ഇബാദത്ത് ചെയ്യുകയോ ചെയ്യുന്നേ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അടിമയാണെന്നും വലിയാണെന്നും നബിയാണെന്നും മഹാത്മാവാണെന്നും വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നതും അവിടെ ചെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും ഒക്കെ. ഇതിന് ആരാധിക്കാൻ പറ്റുന്നോ? ഇതിന് ഇബാദത്ത് ചെയ്താൽ നടക്കുന്നോ? ഇത് ശഫാഅത്ത് ചെയ്തു നമ്മളാരും വിശ്വസിക്കുന്നേ ഇല്ല.